നമ്മൾ ഉയരത്തോട് പോകുന്നതോറും നമ്മുടെ വ്യത്യാസങ്ങൾ കുറഞ്ഞു വരും. അപ്പം നമ്മൾ ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിൽക്കുകയാണ്, നമ്മുടെ നിലത്തൊക്കെ നമുക്ക് വ്യത്യാസങ്ങൾ നന്നായിട്ട് അറിയാൻ സാധിക്കും. ഇത് പുരുഷനാണ്, ഇത് സ്ത്രീയാണ്, ഇത് പശുവാണ്, ഇത് പട്ടിയാണ്, ആ വ്യത്യാസം നന്നായിട്ട് കാണാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഒരു 30 അടിയുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ നിൽക്കുമ്പോൾ വ്യക്തികളെയും കാണാൻ സാധിക്കും. പക്ഷേ ഈ വ്യക്തി ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. പുരുഷനാണ് സ്ത്രീയാണെന്ന് വിദ്വേഷം കണ്ട് മനസ്സിലാകും. പക്ഷേ ഈ വ്യക്തി ആരാണ്, ആ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതേസമയം നമ്മൾ ഒരു വിമാനത്തിൽ പോവുകയാണെങ്കിൽ ഒരു ഡോട്ട്സ് മാത്രമേ കാണുകയുള്ളൂ. അത് ചിലപ്പോഴത് ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ മൃഗമാണോ എന്ന് പോലും അറിയാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഉയരത്തിലൂടെ പോകുന്നതോറും വ്യത്യാസങ്ങൾ കുറഞ്ഞു വരും. നമ്മളൊരു റോക്കറ്റിൽ പോയി ഔട്ടർ സ്പേസിൽ പോയി കഴിഞ്ഞ് നമ്മൾ ഭൂഗോളത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ ഏതാണ്, പാകിസ്ഥാൻ ഏതാണ്, റഷ്യ ഏതാണ്, ചൈന ഏതാണ്, അമേരിക്ക ഏതാണെന്ന് പറയാൻ സാധിക്കും. നല്ലൊരു മനോഹരമായ ഒരു റൗണ്ട് ബോളാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉയരത്തിലോട്ട് പോകും തോറും നമ്മുടെ വ്യത്യാസങ്ങൾ കുറഞ്ഞു വരും. നമ്മൾ താഴോട്ട് ഇറങ്ങി വരുന്നതോട് കൂടുതൽ ഈ വ്യത്യാസങ്ങൾ കൂടും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഇസ് യൂണിവേഴ്സിറ്റി എന്നാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ പല വിദ്യകളും പഠിച്ചു കഴിഞ്ഞിട്ട് ക്രമേണ അവസാനം നമ്മൾക്ക് നേടേണ്ടത് ഈ വിദ്യകളെല്ലാം നേടിക്കഴിഞ്ഞിട്ട് ഈ ഭൂലോകത്തിൽ പല ജീവികളുണ്ട്, സർവ്വചരാചരങ്ങളും ഒരു പരാശക്തിയിൽ നിന്ന് വന്നതാണ്, അതാണ് പരമവിദ്യ എന്ന് പറയുക. അപ്പം അതുപോലെ നമ്മുടെ ഇവിടെ ഈ മുറിയിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തി കാത്തിരിക്കുകയാണ്. ഒരു വ്യക്തി മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ പറയാണ് സുരേഷ് പോയി എന്ന് പറയാണ്. സുരേഷ് പോയി, ഇനി മനോജ് വരും എന്ന് പറയാണ്. അപ്പോൾ അവിടെ ഭൂതകാലവും ഭാവി കാലവും വന്നു കഴിഞ്ഞു. സുരേഷ് പോയി ഭൂതകാലമായി, മനോജ് വരും അത് ഭാവി കാലമായി. നേരെ മറിച്ച് നമ്മൾ ഒരു കെട്ടിടത്തെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച സുരേഷ് പോകുന്നു, മനോജ് വരുന്നു എന്നാണ്. അവിടെ ഭൂതകാലവും ഭാവികാലം കുറഞ്ഞുപോയി. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തിൽ നിൽക്കുന്ന അത്രയും കാലം നമുക്ക് പല വ്യത്യാസങ്ങൾ കാണും. വ്യത്യാസങ്ങൾ കാണണം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഗോഡ് ക്രിയേറ്റഡ് വെറൈറ്റി, മാൻ ക്രിയേറ്റഡ് ഡിഫറൻസസ് എന്നാണ്. ഈ വെറൈറ്റി ഈ ലോകത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ വെറൈറ്റിയിലാണ്. വൈവിധ്യം എന്ന് പറയും. വൈവിധ്യം ഈശ്വര സൃഷ്ടിയാണ്, വ്യത്യാസങ്ങളാണ് മനുഷ്യൻ്റെ സൃഷ്ടി. വ്യത്യാസം ഇത് ഞാൻ വേറെ അദ്ദേഹം വേറെ, അത് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അവിടെ ഗോഡ് ക്രിയേറ്റഡ് വെറൈറ്റി, മാൻ ക്രിയേറ്റഡ് ഡിഫറൻസസ്. ഈശ്വരൻ്റെ സൃഷ്ടി വൈവിധ്യമാണ്, മനുഷ്യൻ സൃഷ്ടിയാണ് വ്യത്യാസങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ മുകളിലോട്ട് പോകുന്നൊരു ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും തലത്തിക്കുന്ന അത്രയും കാലം നമുക്ക് വ്യത്യാസങ്ങളുണ്ടാവും. ആ വ്യത്യാസം കാണുന്നതോട് എൻ്റേത് അത് ഇഷ്ടാനിഷ്ടങ്ങൾ വർദ്ധിക്കും. അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്നത് നമുക്ക് ആ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ കൈലാസ ശിഖരി രമ്മി, ആ ഉയർന്ന ആ സ്ഥലത്തിൽ വ്യത്യാസങ്ങൾ കുറഞ്ഞു വരികയാണ്. അവിടെ കൈലാസ ശിഖരി രമ്മി, അത് സ്നോ, മഞ്ഞ്, അവിടെ ശുദ്ധി കാണിക്കണം. മഞ്ഞിൽ അവിടെ അഴുക്കില്ല, ശുദ്ധമായ സ്ഥലമാണ്. ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്, എലിയും പാമ്പും ശത്രുക്കളാണ് അല്ലേ? ഗണപതിയുടെ എലിയും ശിവൻ്റെ കഴുത്തിരിക്കുന്ന പാമ്പും ശത്രുക്കളാണ്. എലിക്ക് പാമ്പിനെ പേടിയാണ്, പക്ഷെ അവിടെ ആ പ്രശ്നമില്ല. എലിക്കിന് അവിടെ പാമ്പിനെ പേടിയില്ല. അതുപോലെ ശിവൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആ സർപ്പവും മുരുകൻ്റെ മയിലും തമ്മിൽ ശത്രുക്കളാണ്. പക്ഷെ അവിടെ കൈലാസത്തിൽ ശത്രുതയില്ല. അവിടെ എലിയും പാമ്പും തമ്മിൽ ശത്രുതയില്ല, പാമ്പും മയിലും തമ്മിൽ ശത്രുതയില്ല. ഇത് ഉയർന്നോട് പോകുന്നത് നമ്മൾ വ്യത്യാസങ്ങൾ കുറഞ്ഞു വരും. അതുപോലെ പരമശിവൻ്റെ വാഹനമായ നന്ദി, പിന്നെ ദേവിയുടെ വാഹനമായ സിംഹവും തമ്മിൽ ശത്രുതയില്ല. അവിടെ മുകളിലോട്ട് പോകുന്നവരും നമ്മുടെ വ്യത്യാസങ്ങൾ കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ, നമ്മൾ നന്നായിട്ട് ഒരു മനസ്സ് ചിത്തശുദ്ധിയുള്ള മനസ്സാണെങ്കിൽ നമുക്ക് ഈ വൈവിധ്യത്തിലും നമുക്ക് ഒരു ഏകത്വം കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ഏകത്വം ഉണ്ട് എന്നുള്ള ഉറച്ച ഒരു വിശ്വാസം വരുമ്പോഴും ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗുരുവിനെ സമീപിക്കുന്നത്. സദ്ഗുരു എനിക്കിങ്ങനെ തോന്നുന്നു, ഈ വൈവിധ്യത്തിൽ ഒരു ഏകത്വമുണ്ട്, അതെന്താണ് എന്നറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആ മഞ്ഞ് ശുദ്ധമായ ഒരു സ്ഥലമാണ്, മഞ്ഞ് ശുദ്ധമാണ്, അവിടെ അഴുക്കില്ല എന്ന് മാത്രമല്ല ആ മഞ്ഞ് എളുപ്പം ഉരുകി വെള്ളമായി നദിയായി നമ്മളെ എല്ലാവരും സേവിച്ചുകൊണ്ട് ക്രമേണ സമുദ്രത്തിൽ ലയിക്കുകയാണ്. അതുപോലെ ആയിരിക്കണം ഒരു സാധകനും എന്നാണ്. സാധകൻ ഒരു കരുണ മനസ്സുള്ള വ്യക്തിയായിരിക്കണം സാധകൻ. ഇപ്രകാരം മഞ്ഞ് അതിന് ശുദ്ധിയുണ്ട്, അത് എളുപ്പം ഉരുകി വെള്ളമായി നദിയായി
ജനങ്ങളെ സേവിച്ചുകൊണ്ട് ക്രമേണ സാഗരത്തിൽ ചെന്ന് ലയിക്കുന്ന പോലെ ഒരു സാധകനും ചിത്തശുദ്ധിയുള്ള സാധകൻ എളുപ്പം മനസ്സ് അലിയുന്ന ഒരു വ്യക്തിയായിരിക്കണം, കരുണയുള്ള മനസ്സായിരിക്കണം, ജനങ്ങളെ സേവിച്ചുകൊണ്ട് ക്രമേണ ആ പരമാത്മാവിൽ ലയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതാണ് ഇവിടെ മഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ജയ ജയ ഹേ മഹിഷാസുരമർദ്ദിനി രമ്യ കപർദിനി ശൈലസുധേ എന്ന് നമ്മൾ ദിവസം പാടാറുണ്ട്. മഹിഷാസുരമർദ്ദി സ്തോത്രത്തിൽ 4ാമത്തെ വരി ജയ 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 ഹേ മഹിഷാസുരമർദ്ദിനി രമ്യ കപർദിനി ശൈലസുധേ. ശൈലസുധ എന്ന ഒരു ദേവി ശൈലസുധ എന്ന് പറയുമ്പോൾ ആ ശൈല എന്നുള്ള മഞ്ഞാണ്, സ്നോ. ആ ശൈലയുടെ ഇത് മഞ്ഞിൻ്റെ ഇത് അവിടുത്തെ പുത്രിയാണ് ഇത് ദേവി. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ശിഷ്യൻ്റെ ഗുണങ്ങളാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓൺലി എ ക്വാളിഫൈഡ് സ്റ്റുഡൻറ്റ് ക്യാൻ അപ്രോച്ച് എ ടീച്ചർ ആൻഡ് ഗെയിൻ ദ നോളജ്. ഒരു ഇത് അധികാരിക്ക് മാത്രമേ ഇത് ഗുരുവിനെ സമീപിച്ചുകൊണ്ട് വിദ്യ നേടാൻ സാധിക്കുള്ളൂ. ശിഷ്യൻ്റെ ഗുണങ്ങൾ മിനിമം, ഒരുപാട് ഗുണങ്ങൾ വേണമെന്നല്ല, മിനിമം ഇത്രയും കാര്യങ്ങൾ വേണം. അതിവിടെ ഒരു കാര്യം കാണിക്കുന്നത് സൂചിപ്പിക്കുന്നത് പാർവതി എന്നുള്ള വാക്കുകൊണ്ടാണ്. പാർവതി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പർവ്വതപുത്രി എന്നാണ്. മുമ്പ് ദക്ഷൻ്റെ പുത്രിയായത് ദാക്ഷായണിയായത് സാക്ഷാൽ പരമേശ്വരി അവതരിച്ചു. അതൊരു അവതാരമാണ്, ദക്ഷപുത്രിയായിട്ട് അവതരിച്ചു. രണ്ടാമതായിട്ടുള്ള അവതാരമാണ് ഹിമവത് പുത്രി, ഹിമവാൻ്റെ പുത്രിയായുള്ള പാർവതി ദേവി. അവിടെ പർവ്വതവാസിനെ പാർവതി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പർവ്വതം കൊണ്ട് ഒരു പർവ്വതം, നമ്മൾ പണ്ടത്തെ ഹിന്ദുക്കൾ ഇത് അന്ധവിശ്വാസികളായിരുന്നു, പർവ്വതത്തെ പൂജിച്ചു എന്ന് പറയാറുണ്ട്. അങ്ങനെ പർവ്വതത്തെ പൂജിച്ചല്ല, നമ്മൾ ഒരു കാര്യത്തെ പൂജിക്കുമ്പോൾ ആ സാധനത്തിൻ്റെ ഗുണം എന്നിലേക്ക് വരുന്നു എന്നാണ് നോക്കേണ്ടത്. പർവ്വതം എന്ന് പറഞ്ഞാൽ അചല എന്നാണ് അർത്ഥം. ഏതൊരു എത്ര ദുഃഖമുള്ള സാഹചര്യത്തിന് ഇളകാത്തൊരു ശക്തമായ മനസ്സാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പർവ്വതത്തെ പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാവ് ആൻ അൺഷേക്കബിൾ മൈൻഡ്, നല്ല ഉറച്ച മനസ്സുള്ള ഒരു വ്യക്തിയായിരിക്കണം. അത് നിശ്ചയദാർഢ്യം ഉള്ളൊരു മനസ്സാണ് ഇവിടെ പർവ്വതം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സത്യം, എനിക്ക് വേറൊരു ലക്ഷ്യം, വേറെ ഒന്നും എനിക്ക് പ്രശ്നമേ ഇല്ല, ഈ ഒരൊറ്റ ലക്ഷ്യമാണ്, എനിക്ക് ആ പരമാത്മനെ സാക്ഷാത്കരിക്കും എന്നുള്ള നിശ്ചയദാർഢ്യമാണ് ഇവിടെ ഒരു ക്വാളിറ്റി ഒരു ശിഷ്യന് വേണ്ടത്. രണ്ടാമതായിട്ട് പർവ്വതത്തിൽ കടിക്കാനൊന്നും കിട്ടില്ല, അവിടെ കുറച്ച് വേര് കിട്ടും, കുറച്ച് ഇത് കാട്ട് പഴങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. അവിടെ കാണിക്കുന്നത് വൈരാഗ്യം. നമുക്കൊരു നല്ല വൈരാഗ്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈശ്വരനെ അറിയാൻ സാധിക്കുള്ളൂ.